ഹലോ പഞ്ചാര മുഞ്ചാരകളെ മൊഞ്ചമാരെ മൊഞ്ചത്തുകളെ എൻ്റെ തക്കുടികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്ററാണ്. പ്ലസ് 2 ബോട്ടണിയിലെ ചെറിയ ചാപ്റ്ററാണ്. പഠിക്കാനുള്ള സാധനങ്ങൾക്ക് വെറും സിമ്പിൾ സാധനങ്ങളാണ്. വേഗം 8 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, വേഗം 8 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. എനിക്കൊരു 30 മിനിറ്റ് സമയം തന്നാൽ ആ ചാപ്റ്റർ ഞങ്ങൾക്ക് അരക്കി കലക്കി കുടിച്ച് കൈപിടിച്ച് തരാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. എൻ്റെ ഒപ്പം നോട്ട് വായിക്കണം, നോട്ട് എഴുതണം, അതിൻ്റെ ഒപ്പം തന്നെ വായിക്കണം. സമയമില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം ഇങ്ങനെ ഓരോ സ്ലൈഡും എടുത്ത് പഠിച്ച് പോയാൽ മതി. ഓരോ സ്ലൈഡും ഞാൻ മാറ്റുമ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നിട്ട് വേണം അടുത്ത സൈഡിലേക്ക് പോകാൻ. അപ്പോൾ എൻ്റെ പഞ്ചാര മുഞ്ചാരകളെ മൊഞ്ചന്മാരെ മൊഞ്ചത്തുകളെ തക്കുടുകളെ നമുക്ക് വേഗം തുടങ്ങാമടാ. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വേഗം ശ്രദ്ധിച്ചിരുന്നോ? കൈകൂപ്പി തന്നെ പറയാ. 30 മിനിറ്റ് വേറെ ഒരു പരിപാടിക്കും പോകല്ലേ. ശ്രദ്ധിച്ചിരിക്കണേ. 8-10 മാർക്കിന് ഈ ചാപ്റ്ററിന് ഈ വട്ടം എക്സാമിന് വരും. അതുകൊണ്ടാട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. പാടാ. ഓർഗാനിസത്തെ കുറിച്ചും പഠിക്കണം, പോപ്പുലേഷനെ കുറിച്ചും പഠിക്കണം. ആദ്യം തന്നെ ഞാൻ വേഗം പറഞ്ഞു പോവാണ്, ശ്രദ്ധിച്ചോണേ. സെല്ല് കൂടിച്ചേർന്നാൽ ടിഷ്യൂ ആയി, ടിഷ്യൂ കൂടിച്ചേർന്നാൽ ഓർഗനായി. ഓർഗന്റെ കൂട്ടം ഏതാ? ഓർഗൻ സിസ്റ്റമാ സാറേ. ഓർഗൻ സിസ്റ്റം ഉള്ള ആളുടെ പേരെന്താ? ഓർഗാനിസം എന്നാ നമ്മൾ വിളിക്കുക. ഓർഗൻ സിസ്റ്റം ഉള്ള ആളെയാണ് എന്ത് വിളിക്കുക? ഓർഗാനിസം എന്ന് വിളിക്കുക. ഓർഗാനിസങ്ങളുടെ ഗ്രൂപ്പാണ് മക്കളെ എന്ത്? പോപ്പുലേഷൻ. നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആരാ? ഓർഗാനിസവും പോപ്പുലേഷനുമാണ്. പോപ്പുലേഷന്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്താ വിളിക്കുക? കമ്മ്യൂണിറ്റി എന്നാണ് വിളിക്കുക. കമ്മ്യൂണിറ്റിയുടെ ഒപ്പം അബയോട്ടിക് ഫാക്ടർ. എന്താ അബയോട്ടിക് എന്ന് പറഞ്ഞാൽ? ജീവനില്ലാത്ത ഫാക്ടർ. കമ്മ്യൂണിറ്റിൻ്റെ ഒപ്പം ജീവനില്ലാത്ത അബയോട്ടിക് ഫാക്ടർ കൂടി ചേർന്നാൽ എന്ത് ഫോം ചെയ്യും? എക്കോസിസ്റ്റം ഫോം ചെയ്യും. എക്കോസിസ്റ്റങ്ങളിൽ വലുതുമുണ്ടടാ, ചെറുതുമുണ്ട്. വലിയ എക്കോസിസ്റ്റങ്ങളെ ചേർത്ത് വിളിക്കുന്ന പേരെന്താ? ബയോമുകൾ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ബയോമുകൾ. എന്താ ബയോമ്? ലാർജ് എക്കോസിസ്റ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഏത്? ബയോം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ പഠിക്കാൻ. ഓർഗാനിസങ്ങളുടെ കൂട്ടം പോപ്പുലേഷൻ, പോപ്പുലേഷന്റെ കൂട്ടം കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയോടൊപ്പം അബയോട്ടിക് ഫാക്ടർ, ജീവനില്ലാത്ത ഫാക്ടർ കൂടെ ചേർന്നാൽ എക്കോസിസ്റ്റം രൂപപ്പെടും. എക്കോസിസ്റ്റങ്ങളിൽ വലിയ എക്കോസിസ്റ്റങ്ങളെ വിളിക്കുന്ന പേരെന്താ? ബയോമുകൾ എന്നാണ് വിളിക്കുക. ഇത്ര ഓക്കെയാണോ? ഇതാണ് ഫോർമേഷൻ. സെല്ല് തുടങ്ങി ബയോമ് വരെ ഫോം ചെയ്യുന്ന ഓർഡർ പഠിച്ചു വെച്ചേക്കണേ. അടുത്ത് നോക്കടാ. എക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? ജീവനില്ലാത്തതും ജീവനുള്ളതും തമ്മിൽ ഇന്ററാക്ട് ചെയ്യും. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ അബയോട്ടിക് ആൻഡ് ബയോട്ടിക്. ബയോട്ടിക്കും അബയോട്ടിക്കും തമ്മിൽ ഇന്ററാക്ട് ചെയ്യും. ഈ ഇന്ററാക്ഷനെ കുറിച്ച് പഠിക്കുന്നതാണ് മക്കളെ എക്കോളജി എന്ന് വിളിക്കുക. ആദ്യമായിട്ട് ഇന്ത്യയിൽ എക്കോളജി കൊണ്ടുവന്നത് ആരാ? റാംഡിയോ മിശ്ര. ആരാ? വായി വരുന്നില്ല സാറേ. ആദ്യമായിട്ട് ഇന്ത്യൻ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോളജി ആരാ? റാംഡിയോ മിശ്ര. റാംഡിയോ മിശ്രയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോളജി എന്ന് അറിയപ്പെടുന്നത്. എക്കോളജി ഈ 4 ലെവലിലാണ് നമ്മൾ പഠിക്കാറുള്ളത്. ഓർഗാനിസത്തിന്റെ ലെവലിൽ പഠിക്കും, പോപ്പുലേഷന്റെ ലെവലിൽ പഠിക്കും, കമ്മ്യൂണിറ്റി ലെവലിൽ പഠിക്കും, ബയോം ലെവലിൽ പഠിക്കും. അപ്പൊ ചോദിക്കും, സാറേ എന്താ എക്കോസിസ്റ്റത്തിന്റെ ലെവലിൽ പഠിക്കാത്തത്? ആക്ച്വലി എക്കോസിസ്റ്റത്തിന്റെ ലെവലിലും പഠിക്കാറുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എക്കോസിസ്റ്റത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ 4 ലെവലേ പറയുന്നുള്ളൂ. നമ്മളും ഇത് പഠിച്ചു വെച്ചാൽ മതി. ഓർഗാനിസം ലെവലിൽ എക്കോളജി പഠിക്കാറുണ്ട്, കമ്മ്യൂണിറ്റി ലെവലിൽ പഠിക്കാറുണ്ട്, പോപ്പുലേഷൻ ലെവലിൽ പഠിക്കാറുണ്ട്, കമ്മ്യൂണിറ്റി ലെവലിൽ പഠിക്കാറുണ്ട്, ബയോം ലെവലിൽ പഠിക്കാറുണ്ട്. ഓക്കെ, ലെവൽസ് ഓഫ് എക്കോളജി ക്വസ്റ്റ്യൻ വരും 2 മാർക്കിന്. അടുത്ത് നോക്കടാ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇനിയാണ് നമ്മുടെ ചാപ്റ്റർ തുടങ്ങാൻ പോണത്. എന്താ സാറേ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ? ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. ഓർഗാനിസങ്ങളുടെ കൂട്ടമാണ് സാറേ. ഓർഗാനിസങ്ങളുടെ കൂട്ടമാണ് സാറേ പോപ്പുലേഷൻ. എങ്ങനെയുള്ള ഓർഗാനിസം ആയിരിക്കണം? സെയിം സ്പീഷീസിലെ ഞാനും പട്ടിക്കുട്ടിയും പൂച്ചക്കുട്ടിയും ഒന്നും ഒരുമിച്ച് പോപ്പുലേഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യന്മാര് ഒരേ സ്പീഷീസ് ഉള്ള ആൾക്കാരുടെ കൂട്ടമാണ് മക്കളെ എന്ത്? പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ. ലിവിങ് ഇൻ എ കോമൺ ഏരിയ. ഞാനും നിങ്ങളും പോപ്പുലേഷൻ എന്ന് പറയാൻ പറ്റണമെങ്കിൽ നിങ്ങളും ഞാനും ഒരേ സ്പീഷീസിലായിരിക്കണം. നമ്മളൊരു കോമൺ ഏരിയയിൽ ജീവിക്കുകയും വേണം. ലിവ്സ് ഇൻ എ കോമൺ ഏരിയ, എങ്കിലേ പോപ്പുലേഷൻ ആവുള്ളൂ. ഒരേ സ്പീഷീസിലാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. കോമൺ ഏരിയയിൽ ജീവിക്കണം, കോമ്പറ്റീഷൻ നടത്തണം, റീപ്രൊഡക്ഷൻ നടത്തണം. ഇതൊക്കെ കണ്ടീഷൻ ആയിട്ടോ പോപ്പുലേഷൻ ആകുള്ളത്. ഒരു കുളത്തിൽ താമര, ലോട്ടസ് ഇൻ എ പോണ്ട്, പോപ്പുലേഷൻ എക്സാമ്പിളാ. ബാക്ടീരിയ ഇൻ എ കൾച്ചർ പ്ലേറ്റ്, പോപ്പുലേഷൻ എക്സാമ്പിളാ. തേക്ക് വുഡ് ഇൻ എ ഫോറസ്റ്റിലെ തേക്ക് മരങ്ങൾ എന്താ? പോപ്പുലേഷൻ എക്സാമ്പിളാ. കോർമോറൻസ് ഇൻ വെറ്റ്ലാൻഡ്, കടൽ തീരത്തെ നീർക്കാക്കകൾ എന്താ? പോപ്പുലേഷൻ എക്സാമ്പിളാ. പോപ്പുലേഷൻ എന്താണ്? അതിന് എക്സാമ്പിൾ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. പോപ്പുലേഷന് ചില പ്രത്യേകതകളുണ്ട്, പ്രോപ്പർട്ടികളുണ്ട്, ക്യാരക്ടറുകളുണ്ട്, സ്വഭാവങ്ങളുണ്ട്. പോപ്പുലേഷന്റെ 5 സ്വഭാവങ്ങൾ ഇതൊക്കെയാണ്. ബർത്ത് റേറ്റ് ഉണ്ടാകും, ഡെത്ത് റേറ്റ് ഉണ്ടാകും, സെക്സ് റേഷ്യോ ഉണ്ടാകും, ഏജ് ഡിസ്ട്രിബ്യൂഷഡ് ആയിരിക്കും. എടാ, എനിക്ക് ഏജ് മാത്രമേ ഉള്ളൂ. ഒരു ഏജ് എനിക്ക് പറയാൻ പറ്റും, എനിക്ക് 26 വയസ്സ്. പക്ഷെ ഒരു പോപ്പുലേഷൻ എടുക്കുമ്പം
അതിൽ പല ഏജുകാർ കാണും. റീപ്രൊഡക്ഷന്റെ കഴിവ് കിട്ടാത്തവരുടെ പേരെന്താ? പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്. റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവരോ റീപ്രൊഡക്ഷൻ കഴിവുള്ളവരോ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്. റീപ്രൊഡക്ഷന്റെ എബിലിറ്റി ഒക്കെ കഴിഞ്ഞ് വയസ്സായവരുടെ എന്താ? പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്നാ വിളിക്കാം. 0 മുതൽ 14 വയസ്സ് വരെയുള്ളവരെ പ്രീ റീപ്രൊഡക്റ്റീവ്, 15 മുതൽ 45 വരെയുള്ളവർ റീപ്രൊഡക്റ്റീവ്, 46 മുതൽ 70 വയസ്സ് വരെയുള്ളവർ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. 70 മുതൽ അങ്ങോട്ടാകട്ടോ മനുഷ്യൻ ജീവിക്കുന്ന അത്രയും കാലം. നമ്മൾ ആവറേജ് 70 മനുഷ്യന്മാർ ആയുസ് എടുക്കാറ്. അപ്പോൾ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഏജ് ഡിസ്ട്രിബ്യൂഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി, ഈ 5ഉം എന്താ? പോപ്പുലേഷന്റെ ക്യാരക്ടറുകളാ. പോപ്പുലേഷന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞല്ല ചോദ്യം വരിക. പോപ്പുലേഷന്റെ അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? അട്രി വായി വരണേ. പോപ്പുലേഷന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞല്ല വരിക, പോപ്പുലേഷന്റെ അട്രിബ്യൂട്ട്സ് എന്താന്ന് പറഞ്ഞാൽ വരിക. അപ്പൊ ഈ 5 പേരും എഴുതി വെച്ചാൽ മതി. ചില പോപ്പുലേഷൻ എടുത്താൽ അവിടെ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും കൂടുതൽ വരിക. പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പുള്ളവരെ കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ബോക്സ് വലുതാക്കിയത്. ഇത് പ്രീ റീപ്രൊഡക്റ്റീവ് ബോക്സാ, ഇത് റീപ്രൊഡക്റ്റീവിന്റെ ബോക്സാ, ഇത് പോസ്റ്റ് റീപ്രൊഡക്റ്റീവിന്റെ ബോക്സാ. പ്രീ റീപ്രൊഡക്റ്റീവ് ഉള്ള ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ എങ്കിൽ ആ പോപ്പുലേഷന്റെ പേരാണ് മക്കളെ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ എടുത്തു, അവിടെ പ്രീ റീപ്രൊഡക്റ്റീവിലുള്ള ആൾക്കാരാണ് കൂടുതലെങ്കിൽ അത് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ എന്നാ വിളിക്കാം. വേറൊരു പോപ്പുലേഷൻ എടുത്തു, അവിടെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാ കൂടുതൽ എങ്കിൽ ആ പോപ്പുലേഷന്റെ പേരാണ് മക്കളെ ഡിക്ലൈനിങ് പോപ്പുലേഷൻ. കണ്ടോ, ഇത് ഈ ബോക്സ് ആണ് വരുന്നത്. ബാക്കി 2 ബോക്സിനേക്കാൾ ഇവനാ വരുന്നത്. കാരണം റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഉള്ളവരുടെ എണ്ണമാണ് കൂടുതൽ. ആരുടെ എണ്ണമാണോ കൂടുതൽ അവന്റെ ബോക്സ് വലുതാക്കി അങ്ങ് വരച്ചാൽ മതി. പിരമിഡായി. ഈ വരയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കാന്നറിയാമോ? ഏജ് പിരമിഡ്. എന്താ വിളിക്കുക? നമ്മൾ പറ, ഏജ് പിരമിഡ് എന്നാ വിളിക്കുക. ഒരു പോപ്പുലേഷനിൽ റീപ്രൊഡക്റ്റീവ് ആൾക്കാർ എണ്ണമാ കൂടുതലെങ്കിൽ അതിന്റെ പേരെന്താ? ഡിക്ലൈനിങ് പോപ്പുലേഷൻ. എന്നാൽ സാറേ ഞാനൊരു വേറൊരു പോപ്പുലേഷൻ എടുത്തു, അവിടെ പ്രീ റീപ്രൊഡക്റ്റീവിന്റെ എണ്ണം എത്രയാണോ അത്ര തന്നെ പോസ്റ്റ് റീപ്രൊഡക്റ്റീവിന്റെയും എണ്ണം, പ്രീ റീപ്രൊഡക്റ്റീവിന്റെയും എണ്ണം ഈക്വൽ ആണെങ്കിൽ ആ പോപ്പുലേഷന്റെ പേരാണ് മക്കളെ സ്റ്റേബിൾ പോപ്പുലേഷൻ. പ്രീന്റെയും റീപ്രൊഡക്റ്റീവിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. ഇവിടെ റീപ്രൊഡക്റ്റീവിന്റെ എണ്ണം കൂടുതലായിരിക്കും, ഇവിടെ പ്രീ റീപ്രൊഡക്റ്റീവിന്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പം ഏജ് ഡിസ്ട്രിബ്യൂഷന്റെ ബേസിൽ അവരുടെ ആൾക്കാരുടെ എണ്ണത്തിന്റെ ബേസിൽ 3 ടൈപ്പ് ആക്കാം: എക്സ്പാൻഡിങ്, ഡിക്ലൈനിങ്, സ്റ്റേബിൾ പോപ്പുലേഷൻ. അടുത്ത് നോക്കടാ, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഓർഗാനിസം പെർ യൂണിറ്റ് ഏരിയ. ഒരു പോപ്പുലേഷന്റെ യൂണിറ്റ് ഏരിയയിൽ എത്ര ഓർഗാനിസം ഉണ്ട്? നമ്പർ ഓഫ് ഓർഗാനിസം പെർ യൂണിറ്റ് ഏരിയ. ഒരു പോപ്പുലേഷന്റെ യൂണിറ്റ് ഏരിയയിൽ എത്ര ഓർഗാനിസം ഉണ്ട്? അതിനെ നമ്മൾ എന്ത് വിളിക്കുക? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വിളിക്കുക. ഇത്രയും മെത്തേഡ് ഉപയോഗിച്ച് പരീക്ഷയുടെ ക്വസ്റ്റ്യനാ, കഴിഞ്ഞ മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യനാ. പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെയൊക്കെ അളക്കാം സാറേ? കൗണ്ടിങ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ. നമ്മൾ മനുഷ്യന്മാരാണെങ്കിൽ 1, 2 ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ആൾക്കാരുണ്ടെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്തിയാൽ മതി. കൗണ്ടിങ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ, ഇതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ്. കൗണ്ടിങ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ. രണ്ടാമത്തെ എന്താ? കൗണ്ടിങ് ദ നമ്പർ ഓഫ് കോളനി. എന്താ പ്രാന്ത് പിടിച്ച? കൗണ്ടിങ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ. രണ്ടാമത്തെ എന്താ സാറേ? കൗണ്ടിങ് ദ നമ്പർ ഓഫ് കോളനി. കോളനിയായിട്ട് ബാക്ടീരിയ വളർത്തുന്ന പാത്രത്തിന്റെ പേര് കൾച്ചർ പ്ലേറ്റ് എന്നാ വിളിക്കുക, അല്ലെ പെട്രി ഡിഷ് എന്നൊക്കെ വിളിക്കും. അതിനുള്ളിൽ കുറച്ച് ബാക്ടീരിയകൾ ഉണ്ട് സാറേ. ഈ ബാക്ടീരിയന്റെ പ്രത്യേകത എന്താ? ബാക്ടീരിയ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ബാക്ടീരിയകൾ ഇങ്ങനെ കോളനികളായിട്ടാണ് നിൽക്കുക. ബാക്ടീരിയ എങ്ങനെ നിൽക്കുക? കോളനികളായിട്ടാണ് നിൽക്കുക. അപ്പൊ നമ്മൾ എന്താ എണ്ണ? യൂണിറ്റ് ഏരിയയിൽ എത്ര കോളനി ഉണ്ടെന്ന് എണ്ണോ. യൂണിറ്റ് ഏരിയയിൽ എത്ര കോളനി ഉണ്ടോ അതായിരിക്കും ബാക്ടീരിയൽ പോപ്പുലേഷന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ പെർ യൂണിറ്റ് ഏരിയ. ഈ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ എണ്ണി തിട്ടപ്പെടുത്താൻ തന്നെ നമുക്ക് പറ്റൂല. ചെറുത് നമ്പർ ഓഫ് കോളനി പെർ യൂണിറ്റ് ഏരിയ എടുക്കണം. അടുത്ത ചെറിയ ഏരിയ കവർ എടുക്കണം. പല മെത്തേഡ് ഉണ്ട് കേട്ടോ. ബാക്ടീരിയന്റെ കേസിൽ കോളനിന്റെ എണ്ണം എണ്ണിയാൽ മതി. ബെന്യൻ ട്രീ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബെന്യൻ ട്രീന്റെ കേസിൽ നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെ കണക്കാക്കാന്നറിയാമോ? അത് എത്രമാത്രം പരന്ന് നിൽക്കുകയാണ്, അത് എത്ര ഏരിയയിൽ പരന്ന് നിൽക്കുകയാണ്, ഏരിയ എത്രമാത്രം കവറാണ് എന്നതിൻ്റെ ബേസിലാണ് ബെന്യൻ ട്രീൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ കണക്കാക്കാറുള്ളത്. ഇനി ടൈഗർ നോക്ക്. ടൈഗറിനെ എണ്ണാൻ പറ്റുമോ? മോനെ ടൈഗർ ഇങ്ങ് വന്ന് നിന്നെ എണ്ണട്ടെ, ഇന്ന് തരുമോ? ഇല്ല. ടൈഗറിനെ കാണാൻ തന്നെ പറ്റൂല. അപ്പത്തേ നമ്മൾ കുഴിയിലേക്കാവും. ടൈഗറിനെ എണ്ണി വരുമ്പോഴത്തേന് ടൈഗർ നമ്മുടെ എല്ലാം എണ്ണും. പറ്റൂലല്ലോ. ടൈഗറിനെ നമുക്ക് കിട്ടില്ല എണ്ണാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ മലം പുറത്തു പോകുന്നത് പെല്ലറ്റായിട്ടാണ്. മലം എങ്ങനെ പുറത്തു പോകുന്ന ഇതേപോലെ പെല്ലറ്റായിട്ടാ, ബോക്സ് പോലെ പോവാ. ഈ ഫീക്കൽ പെല്ലറ്റ്സിന്റെ എണ്ണം എണ്ണിയിട്ട് നമ്മൾ ടൈഗറിന്റെ സെൻസസ് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ കാൽപാത, ഫുട് പ്രിന്റ്സ്, പഗ് മാർഗ് എന്നാ വിളിക്കുക. പഗ് മാർഗ് വെച്ചോ ഫീക്കൽ പെല്ലറ്റ്സോ വെച്ചോ ടൈഗർ പോപ്പുലേഷന്റെ ഡെൻസിറ്റി കണക്കാക്കാൻ പറ്റും. ഒരു കുളത്തിൽ കുറേ മീനുകളുണ്ട്. മീനുകളെ എണ്ണി തിട്ടപ്പെടുത്താൻ പറയും. യൂണിറ്റ് ഏരിയ ഇത്രേ ഉള്ളൂ. മീനെണ്ണി ഒന്നിക്ക് എണ്ണട്ടെ 1, 2, 3 എണ്ണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഫിഷ് പോപ്പുലേഷൻ. ഒരു കുളത്തിൽ ഫിഷ് ഉണ്ട്, അത് പോപ്പുലേഷനാ.
ഗ്രൂപ്പ് ഓഫ് സെയിം സ്പീഷീസ് ലിവിങ് ഇൻ എ കോമൺ ഏരിയ, പോപ്പുലേഷൻ ആണല്ലോ. ഇതെങ്ങനെ ഫിഷിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി കണക്കാക്കാന്ന് അറിയാമോ? നിങ്ങൾ നേരെ ഒരു വല എടുത്തുകൊണ്ട് വരിക, നേരെ കോരുക, ആ വലയിൽ എത്ര മീനുകളുണ്ടോ അതാണ് ഫിഷിന്റെ പോപ്പുലേഷന്റെ ഡെൻസിറ്റി. പോപ്പുലേഷൻ ഡെൻസിറ്റി അങ്ങനെയാണ്. അപ്പൊ ഇത്രയും മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. ചോദിക്കുവേ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താണ്, അതെങ്ങനെയാണ് അളക്കുക? ചോദിക്കൂട്ടോ മക്കളെ. പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടാൻ കാരണക്കാരൻ ബർത്ത് റേറ്റും ഇമിഗ്രേഷനുമാണ്. ബർത്ത് റേറ്റും ഇമിഗ്രേഷനും കൂടിയോ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയും. പോപ്പുലേഷൻ ഡെൻസിറ്റിനെ കുറയ്ക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? ഡെത്ത് റേറ്റും എമിഗ്രേഷനുമാണ്. ഡെത്ത് റേറ്റും എമിഗ്രേഷനും കൂടിയോ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയും. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ കൂട്ടുന്നവർ രണ്ടുപേരും, കുറയ്ക്കുന്നവർ രണ്ടുപേരും. ബർത്ത് റേറ്റും ഇമിഗ്രേഷനും കൂട്ടും, ഡെത്ത് റേറ്റും എമിഗ്രേഷനും കുറയ്ക്കും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണോടാ? എന്നാ ഇതൊന്ന് നോക്കാടാ, ഇവിടെ മാഞ്ഞു പോയടാ. ഓക്കെടാ. ടി സമയത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെ കാണാമെന്നറിയാമോ? T+1 സമയത്തെ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെ കാണാം? ഒരു പോപ്പുലേഷൻ ഉണ്ട് കേട്ടോ, അതിൻ്റെ ആദ്യത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി NT ആന്നിരിക്കട്ടെ. അതിൻ്റെ T+1 സമയത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്ര? NT+1 ആന്നിരിക്കട്ടെ. എങ്കിൽ NT+1 എങ്ങനെ കാണാമെന്നറിയാമോ? NT+1 NT പ്ലസ് ബർത്ത് റേറ്റ് പ്ലസ് ഇമിഗ്രേഷൻ മൈനസ് ഡെത്ത് റേറ്റ് പ്ലസ് എമിഗ്രേഷൻ. ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ T+1 സമയത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും സാർ. ഇനി നമ്മൾ പഠിക്കാൻ പോണ ഗ്രോത്ത് മോഡലുകളാണ്. ഒരു പോപ്പുലേഷനിലെ എത്രമാത്രം ഫുഡുകളുണ്ട്? ഒരു പോപ്പുലേഷനിലെ സ്പേസിനെയും ഫുഡിനെയും ചേർത്തിട്ടാണ് നമ്മൾ റിസോഴ്സ് എന്ന് വിളിക്കുക. ഒരു പോപ്പുലേഷൻ ചെന്നപ്പോൾ നിറച്ച് ഫുഡുണ്ട്, നിറച്ച് ജീവിക്കാൻ സ്ഥലമുണ്ട് എങ്കിൽ നമ്മൾ വിളിക്കും ആ പോപ്പുലേഷനിൽ അൺലിമിറ്റഡ് റിസോഴ്സാന്ന് പറയും. വേറൊരു പോപ്പുലേഷനിൽ ചെന്നു, അവിടെ ജീവിക്കാൻ ഫുഡില്ല സാറേ, കിടക്കാൻ സ്ഥലമില്ല സാറേ, എങ്കിൽ നമ്മൾ പറയും ലിമിറ്റഡ് റിസോഴ്സാന്ന് പറയും. ഒരു പോപ്പുലേഷനിൽ അൺലിമിറ്റഡ് റിസോഴ്സ് ആണെങ്കിൽ അത് കാണിക്കുന്ന ഗ്രോത്ത് ആണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ഒരു പോപ്പുലേഷനിൽ ലിമിറ്റഡ് ഗ്രോത്ത് ആണെങ്കിലോ സാറേ അത് കാണിക്കുന്നതാണ് സാറേ ലോജിസ്റ്റിക് ഗ്രോത്ത്. അൺലിമിറ്റഡ് റിസോഴ്സ് ആണെങ്കിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, ലിമിറ്റഡ് റിസോഴ്സ് ആണെങ്കിൽ ലോജിസ്റ്റിക് ഗ്രോത്തുമാ കാണിക്കുക. ഓക്കെ, അപ്പൊ നോക്ക്, എക്സ്പോണൻഷ്യൽ കാണിക്കുമ്പോൾ എപ്പോഴാണ് കാണിക്കുക? ആ പോപ്പുലേഷനിൽ ഒരുപാട് സാധനങ്ങൾ വേണം, ഒരുപാട് ഫുഡും സ്പേസും വേണ്ടേ മക്കളെ? അൺലിമിറ്റഡ് റിസോഴ്സ് ഉണ്ടെങ്കിലല്ലേ എക്സ്പോണൻഷ്യൽ കാണിക്കുക. അൺലിമിറ്റഡ് സാധനങ്ങളായതുകൊണ്ട് എന്താ പറ്റുക? അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ഡെൻസിറ്റി എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. കണ്ടോ, ഡെൻസിറ്റി ഒറ്റ പോക്കാ മേളിലോട്ട്. കാരണം എന്താ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം, പോപ്പുലേഷനിലെ ആൾക്കാരുടെ എണ്ണം. കുറേ ഫുഡ് ഉള്ളതുകൊണ്ട് ആൾക്കാർ പെരുകും. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി അങ്ങ് കൂടിപ്പോവാ. ജെ ഷേപ്പ്ഡ് ഗ്രാഫാ കിട്ടുക. എക്സ്പോണൻഷ്യലിൽ മോർ ഗ്രോത്ത് കാണും. ലോജിസ്റ്റിക്കലി ലിമിറ്റഡ് റിസോഴ്സാ, അപ്പം ലിമിറ്റഡ് ഗ്രോത്ത് കാണും. ആദ്യം കുറച്ച് പതുക്കെയാണ്, പിന്നെ കിട്ടിയ ഫുഡ് വെച്ച് നല്ല പോലെ കാണിച്ചു, പിന്നെ ലിമിറ്റഡ് ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ തീർന്നു പോയി, പിന്നെയും ഗ്രോത്ത് കുറഞ്ഞു. ഇത് ജെ ഷേപ്പ്ഡ് ആണെങ്കിൽ ഇത് എസ് ഷേപ്പ്ഡ് ഗ്രാഫാണ് കിട്ടുക. എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൽ ജെ ഷേപ്പ്ഡ് ആണെങ്കിൽ മറ്റിടത്ത് എസ് ഷേപ്പ്ഡാണ് കിട്ടുക. ലോജിസ്റ്റിക്കിനെ തന്നെ വിളിക്കുന്ന വേറെ പേരുണ്ട്, വെർഹൾസ് പിയൽ ലോജിസ്റ്റിക് ഗ്രോത്തുകൾ. വെർഹൾസും പിയളും കൂടാണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് വെർഹൾസ് പിയൽ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് എന്ന് വിളിക്കാറുണ്ട്. എക്സ്പോണൻഷ്യലിന്റെ ഇക്വേഷൻ ഒന്ന് പഠിക്കാൻ പറ്റുമോ? dN/dt = R × റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റി = R × N. എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോപ്പുലേഷൻ ഡെൻസിറ്റി, R എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, NT = N0 × e⁻RT. എക്സ്പോണൻഷ്യൽ ഒക്കെ വരുന്നതാ. ഈ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. NT = N0 × e⁻RT എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ടൈം 2.7 എന്ന വാല്യൂ. ഇനി നോക്ക്, ലോജിസ്റ്റിക്കിന്റെ ഇക്വേഷൻ പറ. dN/dt = R × N. ഇത് R × N. ഓക്കെ, ഇനി ഒരു ടേം കൂടെ വരും, K - N/K. K എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കപ്പാസിറ്റി. ഇവിടെ ചോദിക്കുന്ന ചോദ്യം, ഈ ഗ്രാഫ് തന്നിട്ട് ഇതിന്റെ ഇക്വേഷൻ എന്താ? dN/dt R × N. ഇതിന്റെ ഇക്വേഷൻ എന്താ? dN/dt R × N K - N/K. K എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോടാ? ക്യാരിയിങ് കപ്പാസിറ്റി. K എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരിയിങ് കപ്പാസിറ്റി. ഒരു പോപ്പുലേഷനിൽ ആകെ എത്ര പേർ ജീവിക്കും? ഒരു പോപ്പുലേഷനിൽ ആകെ എത്ര പേർ ജീവിക്കും? ആ എണ്ണത്തെയാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. R എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. R എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയാമോ? B - D ചെയ്താൽ മതി. ഒരു പോപ്പുലേഷനിൽ എത്ര ബർത്ത് ഉണ്ടായി മൈനസ് അതേ പോപ്പുലേഷനിൽ എത്ര ഡെത്ത് ഉണ്ടായി, ആ വ്യത്യാസമാണ് R എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. K എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കപ്പാസിറ്റി. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയാണ് ഒരു ചാപ്റ്ററിൻ്റെ പകുതിയിൽ. ഇനി പോപ്പുലേഷൻ്റെ ഇൻ്ററാക്ഷൻ പറയാം. ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റൂല. ഞാൻ ഇന്ന് രാവിലെ ദോശ തിന്നാൻ വന്നത്. ആ ദോശ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റിൻ്റെ ഒരു സാധനമാണ്.
പ്ലാന്റ് പോപ്പുലേഷനിൽ ഒരാളാ, ഞാൻ ആരാ, മനുഷ്യന്റെ പോപ്പുലേഷനാ. അപ്പോൾ ഒരു പോപ്പുലേഷന് വേറൊരാളുമായിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഒറ്റയ്ക്ക് ജീവിക്കാനൊന്നും പറ്റൂല. പോപ്പുലേഷനുകൾ തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഇന്ററാക്ഷനുകൾ പ്രിഡേഷൻ ഉണ്ട്, പാരസൈറ്റിസം ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ടടാ, കമൻസാലിസം ഉണ്ട്, അമൻസാലിസം ഉണ്ട്, മ്യൂച്വലിസം ഉണ്ട്. ഈ 6 പോപ്പുലേഷൻ ഇന്ററാക്ഷൻ പഠിക്കാനുണ്ട്. പ്രിഡേഷനിൽ ഒരു പോപ്പുലേഷന് നല്ലതാ കിട്ടുക, ആ ബെനിഫിറ്റ് കിട്ടിയാൽ നമ്മൾ പോസിറ്റീവ് ഇടും. പ്രശ്നം ഹാർംഫുൾ അല്ലെങ്കിൽ ഡെട്രിമെന്റൽ ആണെങ്കിൽ നെഗറ്റീവ് ഇടും. ആ പോപ്പുലേഷന് ആ ഇന്ററാക്ഷനിൽ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 0 ഇടും. ഇന്ററാക്ഷനിൽ നിന്ന് നല്ലതാണെങ്കിൽ പോസിറ്റീവ്, ഇന്ററാക്ഷൻ കാരണം ചീത്ത വന്നാൽ നെഗറ്റീവ്, ഒന്നും കിട്ടിയില്ലെങ്കിൽ ന്യൂട്രൽ ആണെങ്കിൽ 0. ഓക്കെ മക്കളെ, പ്രിഡേഷനിൽ ഒരു പോപ്പുലേഷന് നല്ലതാണെങ്കിൽ ഒരു പോപ്പുലേഷന് നെഗറ്റീവാ, ഒരാൾക്ക് ചീത്തയാ. ആ നല്ലത് കിട്ടുന്ന ആ പോപ്പുലേഷന്റെ പേരാണ് പ്രിഡേറ്ററുകൾ, ഇര പിടിക്കുന്ന ആൾക്കാർ. നെഗറ്റീവ് കിട്ടുന്നത് ആരാ? ഇരയ്ക്കാണ്, പ്രേക്കാ, ഇരയോടൊപ്പം. മനസ്സിലായില്ലല്ലേ? ഈ പ്രിഡേറ്ററുകളും വേണം സാറേ. പ്രിഡേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെ കൊന്നിന്. ഇപ്പം പുലി ആടിനെ പിടിച്ച് തിന്നു, ആടാരാ? പ്രേയാ. പുലി ആരാ? പ്രിഡേറ്ററാ. സാറേ പാവം പുലിയല്ലേ സാറേ, പാവം ആടല്ലേ സാറേ, പന്ന പുലിയല്ലേ സാറേ നിങ്ങൾ ചിന്തിക്കും. ഇപ്പം സത്യത്തിൽ ഈ ഭൂമിയിൽ പ്രിഡേറ്ററുകൾ വേണമടാ. പ്രിഡേറ്ററുകൾ ഉണ്ടെങ്കിലേ പ്രേൻ്റെ പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. മെയിൻറ്റെയിൻ പ്രേ പോപ്പുലേഷൻ. പ്രേൻ്റെ പോപ്പുലേഷൻ ഒരുപാടാകാൻ പറ്റില്ല. ഒരുപാടായാൽ എന്താ പറ്റുക? ടൈഗർ ഇല്ലാന്നിരിക്കട്ടെ, ആട് കുറേ ആയാൽ എന്താ പറ്റുക? ആട് കുറേ പുല്ല് തിന്നു തീർക്കും, പുല്ലിൻ്റെ പോപ്പുലേഷൻ കുറയില്ലേ? അപ്പം പ്രേൻ്റെ പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രേൻ്റെ പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തെന്താ? റിമൂവ് പെസ്റ്റ് വിച്ച് അറ്റാക്ക് പ്ലാന്റ്. ചില കർഷകരുണ്ടല്ലോ, കൃഷി നടത്തുമ്പം അവരുടെ ചെടീനെ ചില പെസ്റ്റുകൾ, ചില കീടാണുക്കൾ വന്ന് ആക്രമിക്കും. ആ കീടാണുക്കൾ എങ്ങനെ ഒഴിവാക്കാന്ന് അറിയാമോ? കെമിക്കൽ അടിക്കാം. അല്ലാതെ എങ്ങനെ ഒഴിവാക്കാം? ആ പെസ്റ്റിനെ തിന്നുന്ന പ്രിഡേറ്ററിനെ കൊണ്ടുവന്നാൽ മതി. ആ പ്രിഡേറ്റർ ആ പെസ്റ്റിനെ അങ്ങ് തിന്നോളും. അപ്പോൾ പെസ്റ്റ് അവിടുന്ന് പോയി കർഷകന് നല്ല വിളവെടുപ്പ് കിട്ടും. കൃഷിയിടത്തുനിന്ന് കൃഷിനെ ആക്രമിക്കുന്ന പെസ്റ്റിനെ ഒഴിവാക്കാൻ അതിനെ പ്രിഡേറ്ററിനെ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തെന്താണെന്നറിയാമോ? റെഡ്യൂസ് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ പ്രേ. എടാ പ്രിഡേറ്റർ ഇല്ലെങ്കിൽ എന്താ പറ്റുക? പ്രേ ഇങ്ങനെ വളർന്നു പോവുക. അപ്പോൾ പ്രേയ്ക്കിടയിൽ കുറേ കോമ്പറ്റീഷൻ വരും. പ്രേൻ്റെ കോമ്പറ്റീഷൻ വരണ്ടാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പ്രേൻ്റെ എണ്ണം ഒന്ന് കുറയ്ക്കണം. പ്രേൻ്റെ എണ്ണം കുറയ്ക്കണമെങ്കിലോ അവിടെ പ്രിഡേറ്റർ വേണം. അപ്പോൾ എന്താ? പ്രേൻ്റെ പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യും, പ്രേയ്ക്കിടയിലുള്ള കോമ്പറ്റീഷൻ കുറയ്ക്കും, ഹാർംഫുൾ ആയിട്ടുള്ള പെസ്റ്റുകളെ ഒരു കൃഷിയിടത്തുനിന്ന് ഒഴിവാക്കും. പിന്നെന്താ? എനർജി ട്രാൻസ്ഫറിനെ സഹായിക്കുന്നു. ഈ പ്രിഡേറ്ററുകൾ ഉള്ളതുകൊണ്ടാണ് മക്കളെ ഒരാളിലുള്ള എനർജി അടുത്ത ആളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ തിന്നുന്നിരിക്കട്ടെ, ഞാൻ ആരാ? പ്രിഡേറ്ററാ. ഞാൻ പ്രിഡേറ്റർ ആയിട്ട് നിങ്ങളെ തിന്നുകൊണ്ടാ നിങ്ങളുടെ ഉള്ളിലെ എനർജി എനിക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്നിലേക്ക് എനർജി ട്രാൻസ്ഫർ ആകാൻ കാരണം എന്താ? ഞാൻ പ്രിഡേറ്ററായിട്ട് ആക്ട് ചെയ്തുകൊണ്ടാ. ഇതൊക്കെയാണ് പ്രിഡേറ്ററിന്റെ റോള്, പഠിച്ചു വെക്കണം. ഇനി എന്താ? പ്രിഡേറ്ററൊക്കെ തിന്നാൻ വരുന്ന ആളാരെ? പ്രേയിനെ തിന്നാൻ വരുമെങ്കിലും പ്രേ ഇങ്ങനെ കയ്യും കാട്ടി ഒന്നിരിക്കൂല മക്കളെ. പ്രേ കുറേ പരിപാടികൾ എടുക്കും. എന്തിനാ? പ്രിഡേറ്ററിനെ ഒഴിവാക്കാൻ, പ്രിഡേറ്ററുകളെ അകറ്റി മാറ്റാൻ പ്രേക്ക് ഒരുപാട് പരിപാടികൾ ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമത്തെ പരിപാടികളാടാ സറൗണ്ടിങ്ങിൽ. ഓന്ത് കണ്ടിട്ടുണ്ടോ നിറം മാറുന്നത്? കാരണം പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാനാ. സറൗണ്ടിങ്ങിൽ ഏത് കളറാണോ ആ കളർ സ്വീകരിക്കുന്ന പരിപാടി, അതിനെ വിളിക്കുന്ന പേരാണ് ക്യാമോഫ്ലേജ്. ആ ക്യാമോഫ്ലേജ് കാണിക്കുന്ന ആരാ? ചില ഇൻസെക്റ്റുകൾ, ചില ഫ്രോഗുകൾ സറൗണ്ടിങ്ങിലെ കളർ തന്നെ എടുക്കുന്നു. അതാണ് ക്യാമോഫ്ലേജ്. രണ്ടാമത്തെ എന്താ? ചിലർ പോയിസണസ് കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. അതിന് എക്സാമ്പിളാ മൊണാർക്ക് ബട്ടർഫ്ലൈ ആൻഡ് കാലോട്രോപ്പിസ്. മൊണാർക്ക് ബട്ടർഫ്ലൈയും കാലോട്രോപ്പിസിന്റെ ഉള്ളിലൊക്കെ പോയിസണസ് കെമിക്കൽ ഉണ്ട്. ആ പോയിസണസ് കെമിക്കൽ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ പ്രിഡേറ്റർ വന്ന് തിന്നാറില്ല. മനസ്സിലായോ? കാലോട്രോപ്പിസിലും മൊണാർക്ക് ബട്ടർഫ്ലൈയിലും പോയിസണസ് കെമിക്കൽ ഉണ്ട്. അടുത്ത ചിലർ മുള്ളുകൾ ഉണ്ടാക്കും. ചില പ്ലാന്റ് മുള്ളുണ്ടാക്കും ഈ പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ. എക്സാമ്പിളാണ് അക്കേഷ്യ, കാക്ടസ്. കള്ളിമുൾച്ചെടിയൊക്കെ മുള്ളുണ്ടാക്കാൻ കാരണം എന്താ? അതിന്റെ പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാനാ. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ഇന്ന് കാണുന്ന സ്ട്രിക്നിൻ, നിക്കോട്ടിൻ, ഒപ്പിയം അതൊക്കെ പ്രിഡേറ്ററുകൾക്കെതിരെ പ്ലാന്റ് ഉണ്ടാക്കുന്ന കെമിക്കലാണ്. നമ്മളത് എക്സ്ട്രാക്ട് ചെയ്ത് ഉപയോഗിക്കുന്നേ ഉള്ളൂ. അടുത്ത പാരസൈറ്റിസം. പാരസൈറ്റിസത്തിലും എന്താ? ഒരാൾക്ക് പോസിറ്റീവ്, ഒരാൾക്ക് നെഗറ്റീവാ. ഇത് രണ്ടും സെയിം സൈൻ ആട്ടോ മക്കളെ. പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ പ്രിഡേഷൻ ആകാം, പാരസൈറ്റിസം ആകാം. പോസിറ്റീവ് വരുന്നെങ്കിൽ അവന്റെ പേര് പാരസൈറ്റ്, നെഗറ്റീവ് വരുന്നെങ്കിൽ അവന്റെ പേര് ഹോസ്റ്റ്. എൻ്റെ മുകളിൽ പേനുണ്ട്, അറിയാമോ? പേൻ എൻ്റെ തലയില്ല, നിങ്ങളുടെ തലയിൽ കാണും. പേന് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നല്ല പാരസൈറ്റാ. ഞാൻ എന്താ? ഹോസ്റ്റാ. ഒരാളുടെ മുകളിൽ വേറൊരാൾ ജീവിച്ചാൽ ഇയാളാണ് പാരസൈറ്റ്, ഇയാളാണ് ഹോസ്റ്റ്. ആരുടെ മുകളിലാണോ ജീവിക്കുന്നത് അത് ഹോസ്റ്റ്, ആരാണോ മുകളിൽ കയറി ജീവിക്കുന്നത് അതാണ് പാരസൈറ്റ്. പാരസൈറ്റിനെ ഈ ഹോസ്റ്റിന്റെ മുകളിൽ ജീവിക്കാൻ, ഇതാണ് മക്കളെ ഞാനെന്നിരിക്കട്ടെ, എൻ്റെ തലയിലുള്ള പേനാരാ? പേനാണ് പാരസൈറ്റ്. ഇവനാരാ? ഞാനാണ് ഹോസ്റ്റ് വരിക. ഈ പാരസൈറ്റിന് ഈ ഹോസ്റ്റിന്റെ മുകളിൽ ജീവിക്കാൻ കുറേ മാറ്റങ്ങൾ വരുത്തണം.
ഒരു പാരസൈറ്റിന് കുറേ ബോഡിയിൽ ചേഞ്ച് ഉണ്ടെങ്കിലേ ഒരു ഹോസ്റ്റിന്റെ മുകളിൽ ജീവിക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയാ സാറേ പാരസൈറ്റിന് ഹോസ്റ്റിന്റെ മുകളിൽ ജീവിക്കാൻ വേണ്ട അഡാപ്റ്റേഷൻ? ഒന്നാമത്തത്, ഹോസ്റ്റിൽ അള്ളിപ്പിടിച്ചിരിക്കണമല്ലോ. ഹോസ്റ്റിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ സക്കർ ഉണ്ട്. സക്കർ വെച്ച് അള്ളിപ്പിടിക്കുകയും ചെയ്യും. സക്കർ വെച്ചാണ് ഹോസ്റ്റിന്റെ ഉള്ളിലെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുക. ആര്? പാരസൈറ്റ്. സക്കറുകൾ വേണം. അടുത്ത, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. ഓൾറെഡി ഹോസ്റ്റിന്റെ ന്യൂട്രിയൻസ് ഉണ്ട് ബ്ലഡിൽ. ആ ബ്ലഡിലെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുക. അത് ഓൾറെഡി ഡൈജസ്റ്റഡ് ഫുഡാ. അവർക്ക് വീണ്ടും അകത്തെടുത്ത് ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. ലോസ് ഓഫ് സെൻസ് ഓർഗൻ. എടാ കയ്യും കാലും ഒന്നും വേണ്ട പാരസൈറ്റിന്. പാരസൈറ്റ് ഒരിടത്ത് കയറിയാൽ അവിടെ തന്നെ ഇരിക്കല്ലേ സക്കർ വെച്ച്, വേറെ അങ്ങോട്ട് പോണില്ലല്ലോ ഹോസ്റ്റിന്റെ ശരീരത്ത്. അപ്പോൾ അവർക്ക് എന്ത് വേണ്ട? സെൻസ് ഓർഗൻ വേണ്ട. ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആയിരിക്കും. നല്ല റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കാണും. പാരസൈറ്റ് രണ്ടുണ്ട്, എക്ടോ ഉണ്ട്, എൻഡോ ഉണ്ട്. എക്ടോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹോസ്റ്റിന്റെ പുറത്ത് ജീവിക്കുന്നവർ എക്ടോ പാരസൈറ്റ്, ഒരു ഹോസ്റ്റിന്റെ ഉള്ളിൽ കയറി ജീവിക്കുന്നവൻ എൻഡോ പാരസൈറ്റ്. ഇതിന് എക്സാമ്പിൾ പഠിച്ചു വെച്ചോ. എൻഡോ പാരസൈറ്റിന് എക്സാമ്പിൾ ആണ് ലിവറിൽ ആക്രമിക്കുന്ന ലിവർ ഫ്ലൂക്ക്, മലേറിയൽ പാരസൈറ്റ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കാണുന്ന എൻഡോ പാരസൈറ്റാ. ഇനി സർഫസിൽ, നമ്മുടെ ഹോസ്റ്റിന്റെ സർഫസിൽ കാണുന്നവരാരാ? ലൈസ് ഓൺ ഹ്യൂമൻ. മനുഷ്യന്മാരുടെ തലയിലെ പെയിന് ലൈസ്. പിന്നെന്താ സാറേ? പിന്നെന്താണ്? പട്ടിക്കുട്ടിയുടെ ദേഹത്ത് കാണുന്ന ടിക്സ് എന്ന് പറഞ്ഞാൽ ചെള്ളുകൾ. പിന്നെന്താ? നമ്മുടെ മലപ്പുറത്ത് കോട്ടരിമ എന്നൊക്കെ വിളിക്കും, കോട്ടരിമ. അടുത്ത നോക്ക് മക്കളെ, കോപ്പി പോട്സ് ഓൺ മറൈൻ ഫിഷ്. മറൈൻ ഫിഷുകളുടെ ദേഹത്ത് കാണുന്ന ഒരു പാരസൈറ്റ് ആണ് കോപ്പി പോട്സ്. ഈ വേലി ചെടികളുണ്ടല്ലോ, വേലിയിൽ വെക്കുന്ന ചെടികൾ, നമ്മുടെ വീട്ടിൽ വേലി ഉണ്ടല്ലോ, ഈ വേലിയിൽ കാണുന്ന ചെടികളെ നമ്മൾ ഹെഡ്ജ് പ്ലാന്റ് എന്നാണ് വിളിക്കുക. ഈ പ്ലാന്റുകളുടെ മുകളിൽ പാരസൈറ്റ് ആയിട്ട് വേറൊരു പ്ലാന്റ് ജീവിക്കാറുണ്ട്. അതിൻ്റെ പേരാണ് കസ്ക്യൂട്ട. എന്താ വിളിക്കുക? കസ്ക്യൂട്ട ഓൺ ഹെഡ്ജ് പ്ലാന്റ്, ടിക്സ് ഓൺ ഡോഗ്, ലൈറ്റ്സ് ഓൺ ഹ്യൂമൻ, കോപ്പി പോട്സ് ഓൺ മറൈൻ ഫിഷ്. ഓക്കെ, ഇതൊക്കെ എക്ടോ പാരസൈറ്റ് കേട്ടോ. അടുത്ത കോമ്പറ്റീഷന്റെ പ്രത്യേകത സാറേ. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ജയിക്കുന്നു, ഒരാൾ തോക്കുന്നു. അപ്പോൾ ഒരാൾക്ക് പോസിറ്റീവ്, ഒരാൾക്ക് നെഗറ്റീവ്, അങ്ങനല്ലേ? അല്ല. കോമ്പറ്റീഷനിൽ രണ്ട് ജീവികൾക്കും നെഗറ്റീവാ, രണ്ട് പോപ്പുലേഷൻ നെഗറ്റീവാ. കാരണം എന്താ അറിയോ? കോമ്പറ്റീഷൻ നടക്കുമ്പം രണ്ട് ജീവികളുടെയും R വാല്യൂ കുറയുന്നുണ്ട്. രണ്ട് ജീവികളുടെയും R വാല്യൂ B-D ആണല്ലോ 6. രണ്ട് പോപ്പുലേഷൻ്റെയും R വാല്യൂ എന്തു ചെയ്യും? കോമ്പറ്റീഷൻ്റെ സമയത്ത് കുറയുന്നുണ്ട്. അതുകൊണ്ട് രണ്ടിന് നെഗറ്റീവ് നമ്മൾ കൊടുത്തു കേട്ടോ. അല്ലാതെ ഒരാൾ ജയിക്കും ഒരാൾ തോക്കും അങ്ങനല്ല. രണ്ടിൻ്റെയും R വാല്യൂ ആണ് മെയിൻ ഈ ചാപ്റ്ററിൽ. ഒരു എക്കോസിസ്റ്റത്തെ സംബന്ധിച്ച്, ഒരു പോപ്പുലേഷനെ സംബന്ധിച്ച് R വാല്യൂ ആണ് മെയിൻ. അവരെന്ത് നേടിയിട്ടും കാര്യമില്ല, R വാല്യൂ കുറഞ്ഞാൽ തീർന്നിക്കണം. രണ്ടുപേർ തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ രണ്ടിൻ്റെ R വാല്യൂ കുറയുന്നുണ്ട്. അതുകൊണ്ട് രണ്ടിനും എന്ത് കൊടുത്തു മക്കളെ? നെഗറ്റീവ് സൈൻ കൊടുത്തു. ഇനി കോമ്പറ്റീഷൻ എക്സാമ്പിൾ ഏതൊക്കെ? അബിങ്ടൺ ടോട്ടോയിസും ഗോട്ടും കൂടെ ഗാലാപ്പാഗോസ് ഐലൻഡിൽ പുല്ലിന് വേണ്ടി മത്സരിച്ചെന്നാ പറയല്. അബിങ്ടൺ ടോട്ടോയ്സ് ഗോട്ട് എക്സാമ്പിൾ പഠിച്ചു വെക്കണം. അബിങ്ടൺ ടോട്ടോയ്സ് ആൻഡ് ഗോട്ട്. ഫ്ലമിംഗോസും ഫിഷും കൂടെ കുളത്തിലെ സൂപ്ലാന്റിന് വേണ്ടി അടിയുണ്ടാക്കിയെന്നാണ് കേട്ടിട്ടുള്ളത്. ബലാനസ് ആൻഡ് കാത്തമാലസ്, ബർണക്കിള, ചെറിയ തിമിംഗലത്തിന്റെ വാലിൽ കാണുന്ന ചെറിയ ആർത്രോപോഡുകളാണ്, ഇൻസെക്ട് ഗ്രൂപ്പുകളാണ് ബലാനസും ഇൻസെക്ട് ഗ്രൂപ്പാണ് ബർണക്കിൾ. അതിലെ കഴിവ് കൂടിയ സുപ്പീരിയർ ആളാണ് ബലാനസ്, കഴിവ് കുറഞ്ഞ വാഴയാണ് ആര്? കാത്തമാലസ്. ഇതൊക്കെ കോമ്പറ്റീഷൻ എക്സാമ്പിളാണ്. കോമ്പറ്റീഷനെ കുറിച്ച് പറയുമ്പോൾ 3 ലോ ഓർത്ത് വെച്ചോ. ഗോസസിന്റെ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, കോണൽസിന്റെ കോമ്പറ്റീറ്റീവ് റിലീസ്, മാർക്ക് ആർത്തറിന്റെ റിസോഴ്സ് പാർട്ടീഷനിങ്. ഇത് 3 എന്താന്ന് പറയണം. ഇത് 3 നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് 3 എന്താണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഗോസിന്റെ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ്. എന്താ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? രണ്ട് ജീവികൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ സുപ്പീരിയർ ഓർഗാനിസം ഇൻഫീരിയർ ഓർഗാനിസത്തിനെ എലിമിനേറ്റ് ചെയ്യും. രണ്ട് ജീവികൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ സുപ്പീരിയർ ഓർഗാനിസം ഇൻഫീരിയർ ഓർഗാനിസത്തെ എലിമിനേറ്റ് ചെയ്യും. അതാണ് ഗോസസിന്റെ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. കമൻസാലിസത്തിൽ എന്താ? ഒരു പോപ്പുലേഷന് നല്ലത്, മറ്റേ പോപ്പുലേഷന് ഒരു എഫക്റ്റും ഇല്ല, സീറോയാ. എക്സാമ്പിൾ ആണ് ഓർക്കിഡ് ഓൺ മാംഗോ ട്രീ. ഓർക്കിഡ് കയറി മാംഗോയിലിരിക്കും, മാംഗോയ്ക്ക് ഒരു ബെനിഫിറ്റും ഇല്ല, മാംഗോയ്ക്ക് സീറോയാ. ഓർക്കിഡിന് നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ട് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ. ഓർക്കിഡ് പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ്. ഓർക്കിഡ് ഓൺ മാംഗോ ട്രീ. കാറ്റിൽ എഗ്രറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ. കാറ്റിൽ എഗ്രറ്റ് എന്ന് പറഞ്ഞാൽ പശുവിന്റെ പുറത്ത് കാണുന്ന ചെറിയ പക്ഷികളാണ് കാറ്റിൽ എഗ്രറ്റ്. പശുവിനെ വിളിക്കുന്ന പേരാണ് ഗ്രേസിംഗ് കാറ്റിൽ. ഈ പശു ഇങ്ങനെ നടന്നു പോകുമ്പം ഈ പുല്ല് അനങ്ങും അതിൽ നിന്ന് പുൽച്ചാടികൾ പുറത്തേക്ക് വരും. അതിനെ വേഗം പിടിച്ചിട്ടാണ് അതിന്റെ പുറത്തിരിക്കുന്ന കാറ്റിൽ എഗ്രറ്റ് കഴിക്കുക. അപ്പൊ ഇവനൊരു എഫക്റ്റും ഇല്ല, ഇവൻ ചുമ്മാ നടന്നു പോവാ. ഇവൻ നടക്കുന്ന സമയത്ത് ഇവന് ഒന്നുമില്ല. ഇവൻ നടക്കുന്ന സമയത്ത് പുൽച്ചാടി പുറത്തു വരും, അതിനെ തിന്ന് ഇവൻ ജീവിക്കും. അപ്പൊ കാറ്റിൽ എഗ്രറ്റിന് പോസിറ്റീവ്. ക്ലൗൺ ഫിഷ് ആൻഡ് സീ അനിമോൺ. ക്ലൗൺ ഫിഷ് എന്ന് പറഞ്ഞാൽ ചെറിയ ഫിഷുകളാ,
അതിനെ കുറേ പ്രിഡേറ്റർ വന്ന് തിന്നാറുണ്ട്. ആ പ്രിഡേറ്ററിന് രക്ഷപ്പെടാൻ അവർ സീ അനിമോണിൻ്റെ ടെൻഡക്കിൾസ് ഉണ്ട്. ആ ടെൻഡക്കിൾസിന് ഇടയ്ക്ക് കയറിയിരിക്കും. സീ അനിമോൺസിന് അറിയത്തുപോലും ഇല്ല മക്കളെ ക്ലൗൺ ഫിഷ് അവിടെ ഇരിക്കേണ്ടെന്ന്. ഇതിന് 0 പക്ഷെ ഇതിന് അതിൻ്റെ പ്രിഡേറ്ററിന് രക്ഷപ്പെടാൻ പറ്റിയല്ലോ. അപ്പോൾ എന്താ പോസിറ്റീവ്. പിന്നെന്താ ബർണക്കിൾ ആൻഡ് വെയിൽ. ഞാൻ പറഞ്ഞല്ലോ തിമിംഗലത്തിൻ്റെ വാലിൽ കാണുന്ന ചെറിയ ആർത്രോപോഡുകളാണ് ബർണക്കിൾ. വെയിൽ ഇങ്ങനെ പോയിട്ട് തിന്നും ഓരോ സാധനങ്ങൾ. തിന്നുന്ന അവശിഷ്ടങ്ങൾ ഇങ്ങനെ വെള്ളത്തിലേക്ക് പോകും. വെള്ളത്തിലേക്ക് പോകുമ്പോൾ അത് വെയിലിൻ്റെ വാലി ഇരിക്കുന്ന ബർണക്കിൾ പിടിച്ച് തിന്നും. തിമിംഗലം തിന്ന് വേസ്റ്റ് പുറത്തേക്ക് തള്ളുമ്പോൾ ആ വേസ്റ്റിൻ്റെ ന്യൂട്രിയൻസിനെ വലിച്ചെടുത്ത് അതിൻ്റെ വാലി ഇരിക്കുന്ന ബർണക്കിൾ തിന്നും. വെയിലിൻ്റെ വാലിലാണ് ബർണക്കിൾ ഇരിക്കുക. ഇത് തിന്നും, ഇവനൊരു ബെനിഫിറ്റും ഇല്ല. ഇവന് അറിയുന്ന പോലും ഇല്ല, ഫുഡ് കഴിച്ച് കളയല്ലേ. വാലി ബർണക്കൾ ഇരിക്കുന്നുണ്ടെന്ന് വെയിലിന് അറിയുന്ന പോലും ഇല്ല മക്കളെ. അവൻ തിന്നു കളഞ്ഞു, ഒരു എഫക്റ്റും ഇല്ല. ഇവൻ കാരണം ഇവന് ഒരു എഫക്റ്റും ഇല്ല, 0. എന്നാൽ ഇവൻ കാരണം ഇവന് ഫുഡ് കിട്ടിയില്ലേ, അപ്പോൾ പോസിറ്റീവ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കമൻസാലിസത്തിൻ്റെ എക്സാമ്പിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത അമൻസാലിസത്തിൻ്റെ പ്രത്യേകത എന്താ അറിയാമോ? ഒരാൾക്ക് നെഗറ്റീവ്, മറ്റാൾക്ക് 0. ഇത് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് കൂടുതൽ. ഈ 6 ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് അമൻസാലിസമാണ്. കാരണം എന്താ? അമൻസാലിസത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ആകെ സൈൻ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ അതെടുത്തിടാനുള്ള ചാൻസ് കൂടുതലാണ്. അമൻസാലിസത്തിൽ ഒരാൾക്ക് ഹാർംഫുൾ ആണ്, മറ്റാൾക്ക് ന്യൂട്രൽ ആണ്. ഒരു പോപ്പുലേഷൻ നെഗറ്റീവ്, മറ്റാൾക്ക് ന്യൂട്രൽ. മ്യൂച്വലിസം എന്താ സാർ? 2 പേർക്കും പോസിറ്റീവാ, 2 പേർക്കും ബെനിഫിറ്റ് ആണെങ്കിൽ മ്യൂച്വലിസം. എക്സാമ്പിൾ ലൈക്കനെ, മൈക്കോറൈസ, ഫിഗും വാസ്പ്. ഫിഗ് ട്രീ വാസ്പ് കാരണം പോളിനേഷൻ നടത്തും, വാസ്പ് ഫിഗ് ട്രീ കാരണം മുട്ടയിടാനും പറ്റും. പിന്നെ യൂക്ക പ്ലാന്റ് ആൻഡ് മോത്ത് ഒക്കെ എക്സാമ്പിളാണ്. പ്ലാന്റുകളും ഇൻസെക്റ്റും തമ്മിൽ പോളിനേഷൻ നടക്കും, തിരിച്ച് നെക്ടർ കിട്ടും. പഠിച്ചിട്ടില്ലേ? പ്ലാന്റ് ഇൻസെക്റ്റിന് നെക്ടർ കൊടുക്കും, പോളൻ ഗ്രെയിൻസ് ഒക്കെ കൊടുക്കും, ഇവൻ തിരിച്ച് പോളിനേഷൻ ചെയ്ത് കൊടുക്കും. പിന്നെ ഒഫിറിസും ബീയും തമ്മിൽ എന്ത് ചെയ്യും? പോളിനേഷൻ നടക്കും. ഒഫിറിസ് അങ്ങോട്ട് എന്താ കൊടുക്കുക? ബീക്ക്. ഒഫിറിസ് അങ്ങോട്ട് ബീക്ക് കൊടുക്കുന്നതാണ് ഒരു ഫിനോമിനൻ, സ്യൂഡോ കോപ്പുലേഷൻ. കോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ സെക്ച്വൽ റിലേഷൻ ചെയ്യാൻ എന്താ പറ്റുമെന്നറിയോ? ഒഫിറിസിൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ, ആ ഫ്ലവറിലെ ഒരു പെറ്റൽ എങ്ങനെ കാണാമെന്നറിയോ മക്കളെ? ഒരു പെറ്റൽ കാണാൻ കറക്റ്റ് ആരെ പോലെ? ഫീമെയിൽ ബീനെ പോലെ. ഒരു പെറ്റൽ കാണാൻ ആരെ പോലെ കറക്റ്റ്? ഓഫറിസിന്റെ ഒരു പെറ്റൽ ആരെ പോലെ കാണാൻ? ഫീമെയിൽ ബീനെ പോലെ തന്നെ കാണാൻ. ഒരു പെറ്റൽ ഫീമെയിൽ ബീനെ പോലെ ഉണ്ടല്ലോ, അപ്പൊ നേരെ മെയിൽ ബി വരും, മെയിൽ ബി അട്രാക്റ്റഡ് ആകും, മെയിൽ ബി നേരെ കോപ്പുലേഷൻ നടത്തും ഈ ഫീമെയിൽ ബീനെ. പക്ഷേ ഇത് യഥാർത്ഥത്തിലുള്ള ഫീമെയിൽ ബി ആണോ? അല്ലല്ലോ, പെറ്റൽ അതേപോലെ ഇരിക്കുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കണത്? സ്യൂഡോ കോപ്പുലേഷൻ, കള്ള സെക്ച്വൽ റിലേഷൻ എന്നാണ് വിളിക്കുക. നേരെ ഫീമെയിൽ ബി വന്നു, മെയിൽ ബി വന്നു, സ്യൂഡോ കോപ്പുലേഷൻ ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് കുറേ പോളൻ ഗ്രെയിൻസ് എടുത്തുകൊണ്ട് പോകും, വേറെ ഫ്ലവറിൽ കൊണ്ടിടും, പോളിനേഷൻ നടത്തും. അപ്പോൾ ഒഫ്രിസ് ബിക്ക് കൊടുക്കുന്നത് സ്യൂഡോ കോപ്പുലേഷൻ ആണെങ്കിൽ ബി തിരിച്ച് ഒഫ്രിസിന് എന്താ ചെയ്ത് കൊടുക്കണത്? പോളിനേഷൻ ചെയ്ത് കൊടുക്കും. ബി തിരിച്ച് പോളിനേഷൻ ചെയ്ത് കൊടുക്കും, ഇവൻ നേരെ തിരിച്ച് അങ്ങോട്ട് സ്യൂഡോ കോപ്പുലേഷനും കൊടുക്കും. അപ്പോൾ ഇവനും ബെനിഫിറ്റ്, ഇവനും ബെനിഫിറ്റ്. ഓക്കെ. ബ്രൂഡ് പാരസൈറ്റിസം. ബ്രൂഡ് എന്ന് പറഞ്ഞാൽ ബേഡുകൾക്കിടയിലുള്ള പാരസൈറ്റിസമാണ് നമ്മൾ ബ്രൂഡ് പാരസൈറ്റിസം എന്ന് വിളിക്കുക. കേട്ടിട്ടുണ്ടോ? കാക്ക മുട്ടയിട്ടിട്ട് പുറത്തു പോകും. ആ സമയം നോക്കി കാക്കേൻ്റെ കൂട്ടിൽ കുക്കു കയറി മുട്ടയിടും. കാക്ക ഇതറിയാതെ നേരെ വിരിച്ചിറക്കും ആരെ? കുയിലിൻ്റെ മുട്ടേനെ കൂടെ. കാരണം കാക്കേൻ്റെ മുട്ടയും കുയിലിൻ്റെ മുട്ടയും കാണാൻ ഏകദേശം ഒരേപോലെ. വളർന്ന് കഴിയുമ്പോഴാണ് കാക്കയ്ക്ക് മനസ്സിലാകും ഇത് എൻ്റെ കുഞ്ഞല്ലല്ലോ എന്ന് മനസ്സിലാകുന്നത്. ഇതിലാർക്കാ പോസിറ്റീവ്? കുക്കുവിനെ ഒന്നും നോക്കാതെ തന്നെ മുട്ട വിരിച്ച് കിട്ടിയല്ലോ, അപ്പോൾ ഇവനെന്താ പോസിറ്റീവ് കിട്ടി. എന്നാൽ എന്താ കാക്കയല്ലേ, കാക്ക അതിൻ്റെ കുഞ്ഞാന്ന് കരുതി സകല എഫേർട്ടും എടുത്തിട്ട് ഫുഡ് കൊണ്ട് കൊടുത്തു. അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട ചൂടും കൂടെ 5ാമത്തെ മുട്ടയ്ക്ക് കൊടുത്തു. ആകെ 4 മുട്ടയുള്ളൂ, ആകെ 5 മുട്ടയുള്ളൂ. എന്നാൽ കുക്കൂടെ വന്നപ്പം ആ ചൂടും കൂടെ അവന് കൊടുത്തു. അപ്പം കാക്കയ്ക്ക് എന്തുകൊണ്ടും എന്താ മക്കളെ? നെഗറ്റീവാ. പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ അത് പാരസൈറ്റിസമാണ്. ബേഡുകൾക്കിടയിലുള്ള പാരസൈറ്റിസം ആയതുകൊണ്ട് എന്ത് വിളിക്കാം? ബ്രൂഡ് പാരസൈറ്റിസം എന്ന് വിളിക്കാം. ഇത്ര ഉള്ളു മക്കളെ ഈ ചാപ്റ്റർ. ഇപ്പം ഞാൻ പറഞ്ഞത് പഠിച്ചാൽ നാളത്തെ പരീക്ഷയ്ക്ക് ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. എൻ്റെ വാക്ക ഞാൻ കൈകൂപ്പി ഇങ്ങടുത്ത് പറയാണ്, പഠിക്കണം. 10-25 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂന്ന് തോന്നുന്നു, ഞാൻ നോക്കിയില്ല. പഠിച്ചേക്കണേ, എനിക്കതേ പറയാനുള്ളൂ. പഠിച്ചേക്കണേടാ, എൻ്റെ മക്കൾ പഠിച്ചേക്കണേ. നല്ല മാർക്ക് വാങ്ങിച്ച താടാ, എന്നിട്ട് വിളിച്ച് പറയടാ സാറേ എക്സാം എളുപ്പമായിരുന്നു. അതൊക്കെ വലിയൊരു സാധനമാണ്. പഠിക്കണം. ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട്. എൻ്റെ ജോലി സ്ഥലത്തു നിന്ന് എൻ്റെ പേഷ്യൻസിനോട് ഇന്ന് വേണ്ടാന്നും പറഞ്ഞാൽ നാളെ വന്നിക്ക് ഇന്ന് എക്സാം ആയിട്ട് വന്ന് എഫേർട്ട് എടുത്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. എനിക്കൊന്നും ചെയ്യേണ്ട, നിങ്ങളന്ന് പഠിച്ച് മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയാം. ഓക്കെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആർ വാല്യൂ, എന്ന് പറയുന്നത് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് അല്ലേ? ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതോടെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. ആറിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിൻ്റെ ഒപ്പം തന്നെ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് മെൻഷൻ ചെയ്യണേ.
ഓക്കെ, പഠിച്ചേക്കണേടാ.